ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ ചതയം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവേ സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുവാൻ താല്പര്യമുള്ളവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിലെ ബുദ്ധിശക്തിയും അഭിമാനശീലവും ധാരാളമായിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഇവരുടെ മനസ്സിന് അസ്വാരസ്യങ്ങളും ഗുണദോഷ അനുഭവങ്ങളും കാണുന്നവരാണ്. ഔദാര്യശീലവും സഹായ മനസ്ഥിതിയും ഏറ്റവും കൂടുതലുള്ള ഈ ചതയം നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യവാന്മാരാണെന്ന് പറയുമെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപിൻ നോക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഗുണദോഷ അനുഭവങ്ങളും കാണുന്നവരാണ്. പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിലെ ഗുണാനുഭവങ്ങളെല്ലാം കാണുമെങ്കിലും ആരോഗ്യ പരിപാലനത്തിൻ്റേതായ കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നവരല്ല ഈ നക്ഷത്രക്കാർ. കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാർക്ക് 2026 പുതുവർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് 7ര ശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റേതായിട്ടുള്ള ദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ സമയമാണ് ഈ 2026 പുതുവർഷത്തിൽ. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ 5ാം ഭാവത്തിലും പിന്നീട് ജൂൺ മാസം 2ാം തീയതിക്ക് ശേഷം 6ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു വർഷമാണ് പൊതുവേ ഈ 2026. വർഷത്തിൻ്റെ ആരംഭത്തിൽ ഗുണഫലങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും പൊതുവെ ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും അഭിവൃദ്ധിയും കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ സംഘർഷം പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കണം. വിട്ടുവീഴ്ച മനോഭാവവും ദീർഘവീക്ഷണവും ഒപ്പം ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽപരമായിട്ടാണെങ്കിലും ബിസിനസ് മേഖലകളിലാണെങ്കിലും അഭിവൃദ്ധിയും ശ്രേയസ്സും സാധ്യത കാണുന്നുണ്ടെങ്കിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണെങ്കിലും കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. അതുകൊണ്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധാപൂർവം വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു പുതുവർഷത്തിൽ. പൊതുവേ ചതയം നക്ഷത്രക്കാർ ഈ വർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്തൊക്കെ വിഷമതകൾ മനസ്സിൽ തോന്നിയാലും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിനെ അതിജീവിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.